പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും ഓരോരോ സിറ്റുവേഷൻ ഇതൊക്കെ നമ്മളൊക്കെ അത് കറക്റ്റായിട്ട് ഒരു ഇതിൽ നോക്കണം. എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ നമ്മളൊക്കെ ദൈവത്തിന് വിശ്വാസം ഉള്ള ആൾക്കാരാണ്. യേശപ്പ ജീസസിന് മേലെ വിശ്വാസമുള്ള ആൾക്കാരാണ്. ഒരു ടൈമിൽ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരെ ഇറക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളുടെ ലൈഫിൽ നടക്കുന്ന ഓരോരോ സിറ്റുവേഷൻസ് ഓരോരോ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിലാണ് ദൈവം നമ്മോട് സംസാരിക്കണം. ഇതിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾക്കൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലം ജിംബാബ്വെ ആണ്. ജിംബാബ്വെ ഹരാരെ. ഈ ദിവസം ആഗസ്റ്റ് മാസം 29 2025 വർഷമാണ്. ഈ ദിവസം ഞാൻ ഇപ്പോൾ ഇവിടെ എങ്ങനെ വന്നറിയാമോ? ഞാൻ ഇവിടെ പറയാനായിട്ട് എൻ്റെ കയ്യിൽ ₹1 പൈസ ഇല്ല. അത് സത്യമാണ്, അത് ദൈവത്തിനറിയാം. പക്ഷേ ഒരു പാസ്റ്റർ സിരോജ് എന്ന് പറഞ്ഞിട്ട് ഒരു പാസ്റ്ററുണ്ട്. ആ പാസ്റ്റർ എനിക്ക് വേണ്ടി ഇത്രയും രൂപ ചെലവ് ചെയ്തിട്ട് ഇവിടെ വരെ കൊണ്ടുവന്നു. ഇവിടെ ഞങ്ങളൊരു മീറ്റിംഗ്, ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാവരും. പക്ഷെ ഇവിടെ പറയാനായിട്ട് എനിക്ക് അതൊരു ആഗ്രഹമില്ല. എന്നാൽ എൻ്റെ സിറ്റുവേഷൻസ് അങ്ങനത്തെ സിറ്റുവേഷൻസാണ്. എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. സാമ്പത്തികമായിട്ട് അങ്ങനത്തെ ഒരു കഴിവില്ലാത്ത ഒരു ആളാണ് ഞാൻ. പക്ഷേ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദൈവത്തിന് ഇതൊക്കെ സാധ്യമാണ്. അയാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഓരോരോ വിഷയത്തെ വി ഹാവ് ടു സീ അതിലെന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്, ഏത് കാര്യങ്ങളാണ് സംസാരിക്കുന്നുണ്ട്, അതൊക്കെ നോക്കണം, അതിൽ നിന്ന് പഠിക്കണം. അത് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. അത് പുറത്തുനിന്ന് ആ വിഷയങ്ങൾ അതൊക്കെ ഉണ്ട്, അതൊക്കെ ഓക്കെ. പുറത്ത് നമ്മൾ കേൾക്കുന്ന ഈ മെസ്സേജസ് ഉണ്ട്, ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ പറയുന്ന ഈ ടെസ്റ്റിമണീസ്, സാക്ഷ്യങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ തന്നെ ദൈവം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കണം, പഠിക്കണം, അതിൽ നിന്ന് പഠിക്കണം. അപ്പോൾ ദൈവം ആരെന്ന് നമുക്കറിയാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലും ദൈവം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.